First question. House and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? അപ്പോൾ ഹൗസും ഗ്രൗണ്ടും എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റേതായിരുന്നെങ്കിലും ഈ ഓൾഡ് ബനിയൻ ട്രീ നമ്മുടെ ബോയിയുടേതാണെന്ന് ബോയ് പറയാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. The boy said so because he was free to do whatever he liked on the banyan tree, but in the house and the grounds he was not so free as they were strictly controlled by the grandfather. അപ്പോൾ ഈ നമ്മുടെ ബനിയൻ ട്രീയിൽ ബോയ്ക്ക് എന്താണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാമായിരുന്നു, പക്ഷേ ഹൗസും മറ്റ് ഗ്രൗണ്ടും എല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? അങ്ങനെയാണ് സ്ക്വിറൽ ബോയുടെ ഫ്രണ്ട് ആയതെന്നാണ് ചോദ്യം. The squirrel found that the boy had no catapult or air gun. Then the boy started giving him pieces of cake and biscuits. He grew bolder and took food from his hand. He even searched the boy's pocket. അപ്പോൾ സ്ക്വിറൽ ആദ്യം എന്താണ്, ബോയുടെ കയ്യിൽ കാറ്റാപ്പിൾട്ടോ എയർ ഗണ്ണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ബോയ് സ്ക്വിറലിന് വേണ്ടി കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ റിലേഷൻ ബോൾഡർ ആവുകയും ബോയിയുടെ കയ്യിൽ നിന്ന് വരെ വന്ന് ഫുഡ് എടുക്കുകയും അതുപോലെ തന്നെ ബോയിയുടെ പോക്കറ്റിൽ കയറി കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സ്ക്വിറൽ തുടങ്ങി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മേഡ് ദം തിങ്ക് സോ? അപ്പോൾ എന്താണ് സ്ക്വിറലിൻ്റെ മറ്റുള്ള ഫ്രണ്ട്സ് ഈ സ്ക്വിറലിൻ്റെ ഹ്യൂമനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണം? They thought he was headstrong and foolish for trusting a human being. They thought so because human beings kill squirrels for their meat, skin and even for fun. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യുന്ന വഴി അവനൊരു മണ്ടൻ, ആ സ്ക്വിറൽ ഒരു മണ്ടൻ എന്നാണ് എല്ലാവരും കരുതിയത്. കാരണം ഹ്യൂമൻ ബീയിങ്സ് സ്ക്വിറൽസിനെ കൊല്ലാറുണ്ട്. മീറ്റിന് വേണ്ടി, സ്കിന്നിന് വേണ്ടിയൊക്കെ ഹ്യൂമൻ ബീയിങ്സ് സ്ക്വിറൽസിനെ കൊല്ലാറുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? എന്തുകൊണ്ടാണ് ഫിഗ് സീസണിൽ ബനിയൻ ട്രീ ഒരു നോയ്സിയസ്റ്റ് പ്ലേസ് ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉള്ള സ്ഥലമായി മാറുന്നത്? ഇറ്റ് വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ബിക്കോസ് ഡിഫറെൻറ്റ് ബേർഡ്സ് ആൻഡ് അനിമൽസ് came to eat the figs. The birds were mainly bulbul, rosy pasture, parrots and crows. These birds and animals have different noises. അപ്പോൾ ഫിഗ് സീസണിൽ അത് നോയ്സസ് പ്രൈസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരങ്ങളിലുള്ള ബേർഡ്സും അനിമൽസും അവിടെ വന്ന് ഫിഗ് ഈറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ ആവാൻ കാരണം. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് ബോയ് സ്പ്രിംഗ് സീസണിനെ എക്സൈറ്റിംഗ് ആക്കി മാറ്റിയത്? He built a platform on the banyan tree and he spent the cool afternoons there. He bought cushions to sit and he propped himself on a branch. Sitting there, he read books and observed the things going on around. അപ്പോൾ ഈ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ ആ ബനിയൻ ട്രീയുടെ കുറച്ച് മുകളിലായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ ആഫ്റ്റർനൂൺസിൽ പോയി ഇരിക്കുകയും ബുക്ക് വായിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണ് അവൻ്റെ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ആക്കി മാറ്റിയത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? എന്ത് ഇൻസിഡൻ്റ് ആണ് സമ്മറിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ബോയ്ക്ക് കൊടുത്തത്? ഇറ്റ് വാസ് എ ഫൈറ്റിംഗ് ബിറ്റ്വീൻ എ ബ്ലാക്ക് കോബ്ര ആൻഡ് എ മംഗൂസ്. A myna and a crow were also involved in the fight. At the end of the fight, the cobra and the crow die. Cobra died because of the bites by the mongoose, and the crow dies as it struck by the cobra. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മംഗൂസും ഒരു കോബ്രയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ഒരു മൈനയും ഒരു ക്രോവും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈറ്റിൻ്റെ അവസാനം ആ കോബ്രയും ആ ക്രോവും മരിക്കുകയുണ്ടായി. കാരണം കോബ്ര മരിച്ചത് മംഗൂസിൻ്റെ കടിയേറ്റാണെങ്കിൽ നമ്മുടെ ക്രോ മരിച്ചത് കോബ്രയുടെ സ്ട്രക്ക് കൊണ്ടാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഓപ്പോണൻറ്റ്? വേർ ദേ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് കോബ്ര നമ്മുടെ ഓപ്പോണൻ്റ്, അതായത് മംഗൂസിനെ റിഗാർഡ് ചെയ്തത്? എങ്ങനെയാണ് മംഗൂസിനെ കണക്കാക്കിയത്? അതുപോലെ തന്നെ അവർ രണ്ടുപേരും ട്രൂ വാരിയേഴ്സ് ആയിരുന്നു, യഥാർത്ഥ പോരാളികളായിരുന്നു എന്നായിരുന്നു ചോദ്യം. The cobra regarded his opponent as a superb fighter, clever and aggressive. They were true warriors as they fought valiantly. അപ്പോൾ ആ കോബ്ര എങ്ങനെയാണ് കണക്കാക്കിയത്? നമ്മുടെ മംഗൂസിനെ ഒരു സൂപ്പർ ഫൈറ്ററായിട്ടും
ബുദ്ധിയുള്ള ആളായിട്ടും അതുപോലെ തന്നെ അഗ്രസീവായിട്ടാണ് കണക്കാക്കിയത്. അതുമാത്രമല്ല അവർ രണ്ടുപേരും ട്രൂ ഫൈറ്റേഴ്സാണ്. കാരണം അവർ രണ്ടുപേരും വാലൻ്റി ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അല്ല ഒരു ധൈര്യത്തോടോ അല്ലെങ്കിൽ വീര്യത്തോടു കൂടിയാണ് ഫൈറ്റ് ചെയ്തത്. The question, how did the mongoose manage to escape from the snake's bite? The mongoose pushed his tail. The long hair on his spine stood up. The very thickness of the hair saved him from the bites of the snakes. അപ്പോൾ മംഗൂസ് എങ്ങനെയാണ് സ്നേക്കിൻ്റെ ബൈറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ചോദ്യം. മംഗൂസ് അതിൻ്റെ ടെയിൽ പുഷ് ചെയ്യും. അപ്പോൾ ആ ഹെയർ ഒന്ന് ഇങ്ങനെ അവൻ്റെ രോമങ്ങളൊന്ന് പൊങ്ങി വയ്ക്കി അതുവഴി ആ ബൈറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മംഗൂസ് ചെയ്തത്. And the question, the cobra was a good fighter. Pick out one of his fighting techniques. അപ്പോൾ കോബ്ര ഒരു ഗുഡ് ഫൈറ്റർ ആയിരുന്നു. കോബ്രയുടെ ഏതെങ്കിലും ഒരു ഫൈറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. His great hood came down so swiftly that the writer thought the mongoose would be killed. അപ്പോൾ കോബ്രയുടെ ഫൈറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കോബ്ര കുറച്ച് ഡിഫെൻസീവായിട്ട് പതുക്കെ സൈഡ് ബൈ സൈഡൊക്കെ മൂവ് ചെയ്ത് മംഗൂസിനെ ഒന്ന് മെസ്മറൈസ് ചെയ്ത് മംഗൂസിനെ കൊണ്ടൊരു തെറ്റായ മൂവ്മെൻറ്റ് എടുപ്പിച്ചതിന് ശേഷം കില്ല് ചെയ്യുക എന്നുള്ള പദ്ധതിയായിരുന്നു കോബ്രയുടെ ഫൈറ്റിംഗ് ടെക്നിക്ക്. 10th question, the mongoose proved that he was clever. Can you cite any instance of his cleverness? അപ്പോൾ മംഗൂസ് പ്രൂവ് ചെയ്തെന്താ ക്ലവർ ആണെന്ന്. ആ മംഗൂസിൻ്റെ ഏതെങ്കിലും ഒരു ക്ലവർനെസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. When the cobra struck, the mongoose jumped neatly to one side and darted swiftly, biting the snake on the back. Then he darted away from the snake out of his reach. അതായത് കോബ്ര ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ മംഗൂസ് ഒരു സൈഡിലേക്ക് ജമ്പ് ചെയ്യും, കറക്റ്റ് അതിൻ്റെ ബാക്കിൽ പോയി കോബ്രയെ ബൈറ്റ് ചെയ്തിട്ട് വീണ്ടും മറ്റൊരു സൈഡിലോട്ട് മൂവ് ചെയ്ത് കോബ്രയുടെ റീച്ചിൽ നിന്ന് മാറി വയ്ക്കുകയും ചെയ്തു. ഇതാണ് മംഗൂസിൻ്റെ ഒരു ക്ലവർനെസ്സിൻ്റെ എക്സാമ്പിൾ. 11th question, what were the reaction of the spectators when the cobra struck? അപ്പോൾ കോബ്ര കടിച്ചപ്പോൾ എന്തായിരുന്നു ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ, കണ്ടിരിക്കുന്നവരുടെ റിയാക്ഷൻ? When the cobra struck the spectators, the crow and the myna hurled themselves at him, but they collided in the midair and returned to the cactus, sparking angry noises at each other. അപ്പോൾ ഈ കോബ്ര കടിച്ചപ്പോൾ സ്ട്രക്ക് ചെയ്തപ്പോൾ ഈ സ്പെക്ടേറ്റേഴ്സായ ക്രോയും മൈനയും അവരുടെ അടുത്തേക്ക് പോയി. പക്ഷേ അവർ രണ്ടുപേരും പരസ്പരം ഇടിച്ച് വീണ്ടും തിരിച്ച് കാക്ടസ് പ്ലാന്റിലേക്ക് ഇങ്ങനെ ആംഗ്രി സൗണ്ടൊക്കെ മേക്ക് ചെയ്ത് പോയി. അടുത്ത 12th question, how did the crow push itself into trouble? അപ്പോൾ ക്രോ എങ്ങനെയാണ് സ്വയം ട്രബിളിലേക്ക് ചെന്ന് ചാടിയത്? The myna and the crow dived at the cobra, but they missed him. The myna flew back to safety, but the crow tried to pull up in the midair and turn back. In the second that it took him to do this, the cobra struck him with great force and proved fatal for the crow. അപ്പോൾ മൈനയും ക്രോവും കോബ്രയുടെ അടുത്തേക്ക് ഡൈവ് ചെയ്തെങ്കിലും പക്ഷേ അവർക്ക് രണ്ടുപേർക്ക് മിസ്സാവുകയാണ് ചെയ്തത്. മൈന തിരിച്ച് സേഫ്റ്റിയിലേക്ക് ഫ്ലൈ ചെയ്തു. പക്ഷേ ക്രോ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ തിരിഞ്ഞിട്ട് ഒന്നുകൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ സെക്കൻഡിൽ തന്നെ കോബ്ര കറക്റ്റ് അതിനെ സ്ട്രക്ക് ചെയ്യും, അതുപോലെ തന്നെ ആ ക്രോ മരിക്കുകയും ചെയ്തു. അടുത്തത് നമ്മുടെ 13th question ആണ്. വൈ ഈസ് ദ മൈന സെയ്ഡ് ടു ബി വൈസ്? വെൻ ദ മൈന സോ ഇറ്റ് മിസ് ദ കോബ്ര വെൻ ഇറ്റ് ഡൈവ്ഡ് അറ്റ് ഇറ്റ്, it flew away into safety and perched on the cactus. That is why it is said to be wise, but the foolish crow got killed. അപ്പോൾ മൈന എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളതാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൈന ആ കോബ്രയെ മിസ് ചെയ്തപ്പോൾ തന്നെ തിരിച്ചത് സേഫ്റ്റി പ്ലേസിലേക്ക് അല്ലെങ്കിൽ കാക്ടസിലേക്ക് പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത് വൈസ് എന്ന് പറയാൻ കാരണം. പക്ഷേ ഫൂളിഷ് ക്രോ ഇതൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് അത് മരണപ്പെടാൻ കാരണം. 14th question, who won the battle? What made the myna peer into the bushes? അപ്പോൾ ആരാണ് ബാറ്റിൽ ജയിച്ചത്? എന്തുകൊണ്ടാണ് മൈന ബുഷസിലേക്ക് പോകാൻ കാരണം? The battle was won by the mongoose. The myna peered into the bushes to see if the cobra was really dead so that it could congratulate the mongoose. അപ്പോൾ ബാറ്റിൽ ജയിച്ചത് മംഗൂസ് ആണ്. മൈന ആ ബുഷസിലോട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ കോബ്ര യഥാർത്ഥത്തിൽ മരിച്ചോ എന്നറിയാൻ വേണ്ടിയാണ്, എന്നിട്ട് നമ്മുടെ മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് 15th question, what prevented the grandfather ഫ്രം ടാമിങ് ദ മംഗൂസ്? എന്താണ് ഗ്രാൻഡ് ഫാദറിനെ അതിനെ ടാം ചെയ്യുന്നതിൽ നിന്നും വിലക്കിയത്, അതായത് വളർത്തുന്നതിൽ നിന്നും വിലക്കിയത്? ഗ്രാൻഡ് ഫാദർ നോ ദാറ്റ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ദ ടാംഡ് വൺ. ദിസ് നോളജ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം ടാമിങ് ഇറ്റ്. അതായത് ഗ്രാൻഡ് ഫാദറിന് അറിയായിരുന്നു വൈൽഡ് മംഗൂസ് അല്ലെങ്കിൽ കാട്ടിൽ അല്ലെങ്കിൽ സ്വയമായിട്ട് ജീവിക്കുന്ന മംഗൂസിനാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ എന്നും അതുപോലെ തന്നെ മാത്സിന് ടാം ചെയ്ത അതിൻ്റെ യൂസ്ഫുൾനെസ് കുറയുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അതിനെ ടാം ചെയ്യാതിരിക്കുന്നത്. Why would grandmother forgive the mongoose for stealing the
എഗ്സ്. എന്തുകൊണ്ടാണ് എഗ്സ് മോഷ്ടിച്ചതിന് ഗ്രാൻഡ് മദർ മംഗൂസിന് ക്ഷമ നൽകിയത്? Grandmother gave the mongoose for stealing the eggs because it kept the garden clear of snakes and did not do any harm to chicken. അപ്പം ഗ്രാൻഡ് മദർ ഫൊർഗീവ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഗാർഡൻ സ്നേക്സിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്നത് മംഗൂസാണ്. അതുപോലെ തന്നെ അത് ചിക്കൻ അല്ലെങ്കിൽ കോഴികൾക്കൊന്നും ഒരു ഹാമം വരുത്തിയിട്ടില്ല. അടുത്തത് 17th ക്വസ്റ്റ്യൻ ആണ്. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? സ്ക്വിറലിൻ്റെ പുതിയ ഫ്രണ്ട് ആരാണെന്നാണ് ചോദ്യം. ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ വാസ് എ വൈറ്റ് റാറ്റ് that grandfather had bought from the bazaar. They enjoyed their friendship by going off together on an excursion among the branches. Finally, the squirrel and the white rat mated and had babies. അപ്പോൾ സ്ക്വിറലിൻ്റെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു വൈറ്റ് റാറ്റ് ആണ്. ഗ്രാൻഡ് ഫാദർ അതിനെ ബസാറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല തിക്കാവുകയും അവസാനം വൈറ്റ് റാറ്റും സ്ക്വിറലോടെ മേറ്റ് ചെയ്ത് അവർക്ക് ബേബീസ് ഉണ്ടാവുകയും ചെയ്തു. 18th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? എങ്ങനെയാണ് ബോയ് അറിഞ്ഞത് സ്ക്വിറൽ ഒരു നെസ്റ്റ് ബിൽഡ് ചെയ്യുകയാണെന്ന്? ദ ബോയ് കെയിം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ് when he discovered straws and grass falling out of his pockets. Later he saw knitting of his grandmother in the nest on a tree. There were 3 baby squirrels in the wood. അപ്പോൾ ബോയ് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോയുടെ പോക്കറ്റിൽ നിന്നും കുറച്ച് സ്ട്രോസും അതുപോലെ തന്നെ ഗ്രാസ് ഫോളിങ്സും ഒക്കെ എടുത്ത് കിട്ടിയപ്പോഴാണ് ബോയ്ക്ക് മനസ്സിലായ സ്ക്വിറൽ ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാണെന്ന്. അതുപോലെ തന്നെ പിന്നീട് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ് നമ്മുടെ ഒരു ട്രീയുടെ ഒരു നെസ്റ്റിൽ നിന്ന് ബോയ് കണ്ട് കിട്ടി. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 3 baby squirrels ഉണ്ടായിരുന്നു. இந்த ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? എന്ത് വണ്ടറാണ് നേച്ചർ ആ നെസ്റ്റിൽ അവർക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നത്? ദ വണ്ടർ നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം വാസ് ദ 3 white baby squirrels in the nest. Grandfather said that the rat and squirrels were related and it was possible for them to have offspring if they mated. അപ്പോൾ നേച്ചർ കാത്തു വെച്ച വണ്ടർ എന്താണെന്ന് വെച്ചാൽ ആ നെസ്റ്റിനകത്ത് 3 baby squirrels ഉണ്ടായിരുന്നു, വൈറ്റ് baby squirrels ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ പറഞ്ഞതെന്ന് വെച്ചാൽ റാറ്റും സ്ക്വിറൽസും റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ അവർ മേറ്റ് ചെയ്ത് അവർക്ക് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകാൻ ചാൻസും ഉണ്ടെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. അത് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ആക്ടിവിറ്റി ഫസ്റ്റ് റിവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. അടുത്ത സ്റ്റോറി ട്രീ കംപ്ലീറ്റ് ചെയ്യാനാണ്. ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് മദർ, മംഗൂസ്, കോബ്ര, മൈന, ക്രോ. ഗ്രാൻഡ് ഫാദർ എ 65-year-old man. ദ ബോയ് എ ലവർ ഓഫ് നേച്ചർ. അടുത്ത മെയിൻ ഇവൻറ്റ്സ് നമ്മളിവിടെ ഓർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ, ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര, ദ ബർത്ത് ഓഫ് 3 white squirrels. അടുത്ത സെറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. ദ ബനിയൻ ട്രീ, ഗാർഡൻ ബിലോ ദ ബനിയൻ ട്രീ. ഇനി ആക്ടിവിറ്റി 2 ലെറ്ററാണ്. ലെറ്റർ അതുപോലെ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി 3 സ്ക്വിറലിൻ്റെയും സ്നേക്കിൻ്റെയും മോങ്കൂസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്വിറലിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. അടുത്ത സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയാണ് നമുക്ക് ലെഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ദ സ്നേക്ക്, ദ കോബ്ര വാസ് എ ഹ്യൂജ് ആൻഡ് ബ്ലാക്ക്. ഹി വാസ് സ്കിൽഫുൾ ആൻഡ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. He could move swiftly and strike with the speed of light. The sacs behind his long, sharp fangs were full of deadly poison, but the mongoose proved too clever for this cobra. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കോബ്ര എന്ന് പറയുന്നത് ഹ്യൂജ് വലുതായിരുന്നു, ബ്ലാക്ക് കളറിലുള്ളതായിരുന്നു. പിന്നെ സ്കിൽഫുള്ളും എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററും ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫൈറ്ററും ആയിരുന്നു. പിന്നെ അതിന് സ്വിഫ്റ്റായിട്ട് നല്ല രീതിയിൽ 2 സൈഡിലേക്ക് മൂവ് ചെയ്യാനും പറ്റും. സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് പ്രകാശവേഗതയിൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ മൗത്തിൽ ഈ പോയിസൺ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെഡ്ലി പോയിസൺ, മരണ കാരണമാകുന്ന പോയിസൺ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മംഗൂസ് എന്ന് പറയുന്നത് ഈ കോബ്രയെക്കാളും ക്ലവർ ആയിരുന്നു. അടുത്ത മംഗൂസിനെ പറയുന്നത് എന്ന് വെച്ചാൽ ദ മംഗൂസ് വാസ് ഗ്രേ ഇൻ കളർ. It was 3 feet long. It was superb fighter, clever and aggressive. Then the snake raised his high off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on the spine stood to prevent the bite from the snake harm his body. Ultimately, he killed the snake and dragged it into the cactus bush. The grandfather of the boy used to give mongoose crumbs from kitchen. It also stole eggs from the poultry, but it did not harm the chickens there. അപ്പോൾ മംഗൂസ് എന്ന് പറയുന്ന ഗ്രേ കളറിലുള്ളതായിരുന്നു, അതുപോലെ തന്നെ 3 അടി ഉയരമുള്ളതായിരുന്നു. അവർ നല്ല ഫൈറ്ററും ഭയങ്കര ബുദ്ധിശാലിയൊക്കെ ആയിരുന്നു. സ്നേക്ക് ഇങ്ങനെ അതിൻ്റെ ഹുഡ് പത്തി ഇങ്ങനെ പൊക്കിയപ്പോൾ അതെന്തായിരുന്നു, മംഗൂസ് എന്തായതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പൈൻസ് ഒന്ന് റവിച്ച് ടൈലൊക്കെ ഒന്ന് ഇളക്കി ആ ഹെയർസ് അവിടെ നിന്ന് ഉയർത്തി, എന്ന് വെച്ചാൽ ഈ ബൈറ്റ് തടയാൻ വേണ്ടി. പിന്നെ അവസാനം ഈ മംഗൂസ് ഈ കോബ്രയെ കൊല്ലുകയും ബുഷസിലോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു.
ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസിന് ഫുഡ് കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പോൾട്രി ഫാമിൽ നിന്ന് എഗ്ഗ് മുട്ടയൊക്കെ ഇത് മോഷ്ടിക്കും, പക്ഷേ ചിക്കനെ ഒന്നും ചെയ്യാറില്ല, കോഴികളൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇനി ആക്ടിവിറ്റി 4, the boy was thrilled at seeing the fight between the cobra and mongoose. You may also have the same feeling. Narrate the fight scene in your own words. അതായത് ആ ഫൈറ്റ് സീൻ, കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ നമ്മൾ ആ വേർഡ്സിൽ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നറേഷൻ. അടുത്ത ആക്ടിവിറ്റി 5, and amongst the wool were the 3 baby squirrels, all of white. The boy could not stop wondering about the white squirrels. If he scribbled down unforgettable sight in his diary, how it would be. അതായത് ആ 3 വൈറ്റ് സ്ക്രോൾസിനെ കണ്ട ദിവസം ബോയ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ദിവസത്തെ ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 6 ഈ സ്റ്റോറി, അതായത് സീൻസ് കണ്ടിട്ട് അതിനെ കട്ട് ലൈൻസ് എഴുതാനാണ്. ഇപ്പോൾ ഫസ്റ്റ് സീൻ സ്ക്വറലിന് ഫുഡ് കൊടുക്കുന്നതാണ്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് സ്ക്രീൻ ആ പ്ലാറ്റ്ഫോം, ബനിയൻ ട്രീയുടെ പ്ലാറ്റ്ഫോം ഇരുന്ന് പോയി ബുക്സൊക്കെ റീഡ് ചെയ്യുന്നതാണ്. തേർഡിൽ മംഗൂസായിട്ട് ഫൈറ്റും ക്രോയും മൈനയും നമ്മുടെ സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ലാസ്റ്റ് മംഗൂസ് സ്നേക്കിനെ കൊന്ന് ആ ബുഷസിലോട്ട് ട്രാക്ക് ചെയ്ത് പോകുന്നത്. 6th ആ വൈറ്റ് റാറ്റും സ്ക്വറലും ഫ്രണ്ട്സ് ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങളും. 7th നമ്മുടെ ബോയ് കയറി നോക്കുമ്പോൾ ആ 3 വൈറ്റ് സ്ക്വറൽസാണ് കാണുന്നതാണ്. ഇനി ഇതിൻ്റെ നറേറ്റീവ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നറേറ്റീവ് നമുക്ക് നോക്കാം. The first friend of the boy was a small squirrel. He used to give the squirrel pieces of cakes and biscuits. The squirrel then became bold enough to eat from his hand. The boy built a platform in a banyan tree. He used to sit there and read books and watch the things around. One day he saw a cobra and mongoose having a fight. As he was watching the fight, there were also a myna and a crow watching the fight. These birds wanted to attack the cobra, but the cobra kills the crow. Finally, the cobra is killed by the mongoose and its body is dragged into the bush. The grandfather of the boy had brought a white rat and brought it home. The boy took it to the squirrel, and soon the white rat and the squirrel became close friends. They mated. The squirrel built a nest and crammed it with the wolf and of the boy's grandmother's knitting. When the boy went to investigate, he was surprised to see 3 white baby squirrels. His grandfather told him that the squirrel was the father and the white rat was the mother. Since the rat and the squirrels are related species, they could have the offspring. If they mated, it was news to the boy. ഇനി ഈ പിക്ചർ കണ്ടിട്ട് അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റും ഇപ്പോൾ ഫസ്റ്റ് ഡിഫോറസ്റ്റേഷനാണ്, അത് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ഇഷ്യൂ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഡംപിങ് ആണ്, അതിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് കാർബൺ എമിഷനും അതുപോലെ തന്നെ ഓവർ ഇൻഡസ്ട്രിയലൈസേഷനും. അടുത്ത നേച്ചർ എഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സും അതിൻ്റെ സൊല്യൂഷനും ഒക്കെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അഫോറസ്റ്റേഷൻ, planting trees and wherever possible, conduct awareness programs, avoid plastic carry bags, use cloth bags, dispose the waste properly, control carbon emission. As far as possible, avoid using motor vehicles using petrol and diesel fuels, avoid the use of pesticide sprays and such polluting agents. ഇനി ഇത് സ്നേക്കിനെയും മംഗൂസിനെയും തമ്മിൽ ഉള്ള ഫ്രൈസസും വേർഡ്സും ആണ്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി റീറൈറ്റ് ദ പാസേജ് യൂസിങ് സിനോണിമസ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ്. അപ്പോൾ ഈ പാസേജ് റീറൈറ്റ് ചെയ്യാനാണ്. In the spring, when the banyan tree was full of small red figs, birds of all kinds would throw into its branches. The red-bottomed bulbul, baby and happy and avaricious, are entering rosy pastures, and parrots and crows quarreling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. ഇനി ഈ ഇതുപോലെ നമ്മുടെ വേർഡും അതിൻ്റെ കാറ്റഗറിയും സിനോണിംസും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് 3 വേർഡ്സ് എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മാഗ്നിഫിസൻ്റ് എന്ന് പറയുന്ന വേർഡാണ്. അതിൻ്റെ കാറ്റഗറി അഡ്ജക്റ്റീവ്, സിനോണിംസ് എഴുതിയിട്ടുണ്ട്. ബ്രില്യൻ, എലഗൻ, എക്സലൻറ്റ്, ഗ്ലിറ്ററിങ്, ഗോർജിയസ്, ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ്. ആൻറ്റോണിംസ് മീഡിയോക്കർ, കോമൺ, ഓർഡിനറി. ഇനി സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് താജ്മഹൽ ഈസ് എ മാഗ്നിഫിഷ്യൻറ്റ് ബിൽഡിംഗ്.
sentence using antonym. His performance as a minister was mediocre. An activity with the word magnificently, adverb magnify now. ഇനി അതുപോലെ 3 വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻവാൻഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അഗ്രസീവ് ആണ്. ഇനി ഇവിടെ 3 സെൻറ്റൻസ് വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എൻ ഓൾഡ് ബനിയൻ ട്രീ, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ദ ടൗൺ. അപ്പം 3 സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഓൾഡ് എന്ന് യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ബനിയൻ ട്രീ ഓൾഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഓൾഡർ എന്ന് യൂസ് ചെയ്യുന്നത് അത് ഹൗസിനേക്കാൾ ഓൾഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. തേർഡിൽ ഓൾഡസ്റ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഏറ്റവും പഴയതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്, ഏതൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ് ചോദ്യം. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലവർ, സെക്കൻഡ് മോർ അഗ്രസീവ്, തേർഡ് നോയ്സിയസ്റ്റ്, ഫോർത്ത് സ്കിൽഫുൾ, ഫിഫ്ത്ത് ഹോട്ട്, സിക്സ്ത് കണ്ടൻറ്റഡ്, സെവൻത്ത് വേസ്റ്റ്, എയ്ത്ത് മോസ്റ്റ് അൺഫോർഗറ്റബിൾ, നയൻത്ത് എൽഡസ്റ്റ്, 10th സ്വിഫ്റ്റ്ലി. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി.